ഒരുപാട് വില്ലൻ വേഷങ്ങൾ ചെയ്ത് ഹ്യൂമർ വേഷം ചെയ്യുന്ന ലാലു ഫെലക്സിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. നിനക്ക് വേണ്ടി നമുക്ക് മകളെ എന്താ മകളായിട്ട് എടാ പൊന്നു വിതച്ചാലും അവിടെ വിളിച്ചാലും കൊമ്പൂരൊക്കെ ബിരിയാണി എന്ന് കേട്ടിട്ടാണ് എന്ന് ഞാൻ പിന്നെ വരാം കാണണം ഇതൊക്കെ. മലയാളത്തില് ഈ അടുത്ത് സൂപ്പർ ഹിറ്റായി, ഈ അടുത്തുള്ള കുറച്ചു കാലം മുമ്പ് സൂപ്പർ ഹിറ്റായി വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു പ്രേമം എന്നുള്ളത്. പ്രേമത്തിൽ വ്യത്യസ്തമായ ശബ്ദമുള്ള ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു വിനീത് ഫോർട്ട് അവതരിപ്പിച്ച വിമൽ സാർ. വിമൽ സാറിന്റെ ഡയലോഗ് ഉണ്ടായിരുന്നില്ല, ഏതാ? ജാവ വളരെ സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ് അല്ലെ? ജാവ വളരെ സേഫ് ആണ്, മനസ്സിലാവുന്നതല്ലോ ചേട്ടന് മനസ്സിലായോ? എല്ലാവരും ചോദിക്കണം മനസ്സിലായില്ലെങ്കിൽ പറയണം. എന്നിട്ട് പക്ഷേ 25-ാമത്തെ പേജിൽ ജനങ്ങളുടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു പൂച്ചായി പുറത്തർശനിക്ക് ഒരു പട്ടിയുടെ ഫോട്ടോ ആണ്. ആർക്കും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. താങ്ക് യു വെരി മച്ച്. അത് നമ്മുടെ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോകുന്ന സമയത്ത് ഒരു പരസ്യം വരും, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് പറഞ്ഞത്. അത് പണ്ട് റേഡിയോയിൽ വാർത്ത വായിച്ചിരുന്ന ഗോപൻ എന്ന് പറയുന്ന ആളാണ് ആ ശബ്ദം കൊണ്ട് അറിയുന്നത്. ആരാണ് സന്തോഷമാഗ്രഹിക്കാത്തത്? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കറപുറത്തെടുത്താൽ അത് ഏകദേശം ഇത്രത്തോളം ഉണ്ടാകും. നിങ്ങളുടെ രോഗിയെ കണ്ടത് മതി, ഒരു വലിയ രോഗി. ഓക്കെ, താങ്ക് യു. അദ്ദേഹത്തിന്റെ മഹേഷിന്റെ പ്രതികാരം എന്നുള്ള ചിത്രത്തിലെ ഒരു ഡയലോഗ്. ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. രണ്ടോ അവന്റെ മുന്നിൽ പടക്കം വെച്ച് പൊട്ടി സംസാരിക്കാൻ ഇഷ്ടം നാടിരുന്നത് ഇന്ത്യയെ പറ്റും. ഒരു കുഴപ്പമില്ല, പേടിക്കുന്ന ഒരു കുഴപ്പമില്ല. ജ്യൂസ് 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 കുമ്പട്ടിക്ക ജ്യൂസ്. മമ്മൂട്ടിക്കാർക്ക് ഇഷ്ടപ്പെട്ട കുമ്പട്ടിക്ക ജ്യൂസ് കുടിക്കാനല്ലേ നല്ല. ഇതായിട്ട് നമ്മൾ ഒരുപാട് വില്ലൻ വേഷങ്ങൾ ചെയ്ത് ഇപ്പൊ കോമഡി വേഷം ചെയ്യുന്ന ഭീമന്റെ ഒരു ശബ്ദം ഒന്ന് അനുകരിക്കാം. വരണം ഇതെന്ത് ചൂടാൻ? ഒരുപാട് കാലമായി കയ്യും കാലും ഒക്കെ നടക്കിയിട്ട് ഇവിടെ വാക്കുളം മുതല് ഇവിടം വരെ ഓടിച്ചിട്ട് തന്നെ ഇവിടത്തെ പിള്ളേരെന്നെ അതൊന്നും ഞാൻ മറക്കില്ല. കേട്ടോടെ വരട്ടോടെ പുല്ല്. വിജയ് ഫാൻസ് ഉണ്ട് ഇവിടെ? വിജയ് ഫാൻസ് കൈയടിയോ? കയ്യൊക്കെ എന്താ സ്കൂളാണോ? കൈയടിക്കണം. താങ്ക് യു. ഇളയത വിജയ് അദ്ദേഹത്തിന്റെ വസീകര എന്നുള്ള ചിത്രത്തിലെ ഒരു ഡയലോഗ്. சந்தியா எனக்கு இந்த மாதிரி டெக்ஸ்ட் இங்கிலீஷ்ல பேசுகிறேன். அதனால தமிழ்ல தெளிவா சொல்லி கேட்டுக்கேன். நட்புங்கிறது லைப்ரரி மாதிரி, அது யார் வேணாலும் படிச்சுக்கலாம். ஆனா காதலுங்கிறது அவங்க டைரி மாதிரி. அதுக்கு நம்ம லேப்ல வச்சு அடுத்தவங்க படிச்சா அசிங்கமாயிடும். வரட்டுங்கன்னா അടുത്തിട്ട് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കോമഡിയും സീരിയസ് ഒക്കെ നമുക്ക് സമ്മാനിച്ച് കോഴിക്കോടിന്റെ അഭിമാന താരമാണ് മാമുക്കോയ. നമ്മുടെ വീട്ടിൽ പിരിച്ച മാമുക്കോയുടെ ശബ്ദം ഒന്ന് അനുകരിക്കാം. പറഞ്ഞുകൊണ്ടാണ് വാലന്റൈൻസ് ഡേ ഒക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പൊ അതിനോടനുബന്ധിച്ചൊരു ശബ്ദം ചെയ്യും. അതായത് മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള ചിത്രത്തിൽ ഒരു അടിപൊളി ലവ് സോങ്ങിനെ ഫ്രണ്ട്ഷിപ്പിന്റെ സോങ് ആക്കി. ഗുണ എന്നുള്ള ചിത്രത്തിൽ കൺമണി അൻപോട് കാതരൻ, ആ ഗാനത്തിന്റെ തുടക്കം കമൽഹാസൻ, ജാനകിയമ്മ എന്നിവരാണ് അതിൽ ശബ്ദം നൽകിയിരിക്കുന്നത്. ഗുണ കൺമണി அன்போட காதலன் நான் எழுதும் கடிதம், கடிதம் சில கடிதமே இருக்கட்டும், படி. கண்மணி அன்போடு படிச்சுட்டு நானும் அந்த கண்மணி சொன்னால அந்த பொன்மணியை போட்டுக்க. பொன்மணி உன் வீட்டுல சௌக்கியமா? நான் இங்க சௌக்கியம். பொன்மணி உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே. நினைச்சு பார்க்கும்போது மனசுல கவதம் மாறி கொட்டது. அந்த எழுதவும் உட்காந்து அந்த எழுத்து வார்த்தை அதான். உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுதே, அதை எழுத நினைக்கேன் வார்த்தை முட்டுதே. ஓஹோ கண்மணி என்போடு காதலன் நான் எழுதும் கடிதமே. നമ്മുടെ മൺമറിഞ്ഞു പോയ കുതിരവട്ടം പപ്പു എന്ന് പറയുന്ന ഗാനകാരനെന്ന് കേൾക്കാം.
കൊടുക്കാൻ കുഴപ്പമില്ല ഉറക്കം വരുന്നില്ലേ എന്റെ മനുഷ്യാണ് എന്റെ പൊന്നുമോനെ പോയിട്ട് പിന്നെ വരാം അപ്പൊ അവസാനമായിട്ട് ഞാൻ 2 താരങ്ങളുടെ ശബ്ദം കൂടി അനുകരിക്കും. ഓക്കെ. അപ്പൊ അതുകൂടെ ചെയ്തു. അപ്പോ വിക്രം അഭിനയിച്ച അന്യൻ എന്ന സിനിമ ഉണ്ടല്ലേ, അന്യനും അമ്പിയും ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം ഒന്ന് അനുകരിക്കുക. உனக்கு தைரியம் இருந்தால் அந்த 5 கொலை பண்ணல நான் அந்த அம்பியை போக விடுறா எல்லாமே நான் அண்ணன். ഓക്കെ. ഇനി മലയാള സിനിമയിൽ ഒരു കാലത്ത് സൂപ്പർ ഡയലോഗുകളുടെ സൂപ്പർ താരമായി മാറിയ താരമാണ് നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി. അദ്ദേഹം ഇടയ്ക്ക് വെച്ച് അങ്ങനെയുള്ള റോളുകളിൽ നിന്നൊന്ന് മാറിയപ്പോൾ അദ്ദേഹത്തിന്റെ കാത്തിരിക്കാൻ മറ്റൊരു താരം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഡയലോഗ് പറഞ്ഞ് കയറി വരാൻ ശ്രമിച്ചിരുന്നു. അത് ആരാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഞാൻ ക്ലൂ തരാം. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഗാനരചന, ഗാനങ്ങൾ, ആലാപനം, കറുത്ത കോഴി, വെളുത്തുമുട്ട. സന്തോഷ് പണ്ഡിറ്റിന്റെ ഫാൻ അവിടെ ഇരിക്കേണ്ട ഒരു കൈയ്യടി കൊടുക്കുമോ? സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹത്തെ നമ്മൾ ഒരുപാട് ആദ്യം കളിയാക്കിയിരുന്നെങ്കിൽ കൂടെ അദ്ദേഹം വളരെ ബ്രില്യൻ്റായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം കേരളത്തിൽ ആദ്യമായിട്ട് അനുകരിച്ചത് ഞാനാണ്. അദ്ദേഹത്തിന്റെ അംഗീകാരമുണ്ട്. കാരണം അദ്ദേഹം ശബ്ദം അനുകരിക്കുന്ന എല്ലാവരെയും സമ്മതിക്കാറില്ല. ഞാൻ പരിചയമുള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് ചെയ്തു നോക്കോളാൻ പറഞ്ഞത്, അതുകൊണ്ട് ചെയ്യാണ്. സുരേഷ് ഗോപിയും സന്തോഷ് പണ്ഡിറ്റും തമ്മിലുള്ള ഡയലോഗിലുള്ള വ്യത്യാസം ഞാൻ അവതരിപ്പിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ കമ്മീഷണർ എന്ന ചിത്രത്തിലെ പഴയ ഡയലോഗിൽ തുടങ്ങി പണ്ഡിറ്റിന്റെ ഇപ്പോഴത്തെ ഡയലോഗിൽ അവസാനിപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ തമ്മിലുള്ള ഡയലോഗിലെ വ്യത്യാസം. സുരേഷ് ഗോപിയുടെ കമ്മീഷണറിലെ ആ പഴയ ഡയലോഗ്: ഓർമ്മ കാണില്ല. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അഭ്യുദയം ഭക്ഷിച്ച് ആശ്രമത്തിൽ വാലും ചുരുങ്ങുക. തന്നെ എനിക്ക് ആ പേര് ചേരില്ല. ഒരു കോഴിനെ കൽപ്പാണ് നീ കുട്ടിയെ കൽപ്പാൻ തെറ്റിയിരിക്കുന്നത്. ആകാശം നോക്കരുത്. പണിപ്പാലോ തൊണ്ട പൊട്ടിയിട്ടാകെ 4 പേരാണ് കൈയടിക്കുന്നത്. ഇനി തികച്ചും വ്യത്യസ്തമായ ഒരു പെർഫോമൻസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ